ഉണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിലെ സൗമ്യത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ ദൈവം നിന്നെ സഹായിക്കും. ഈശോയെ, നിന്റെ വസ്ത്രാന്തരത്തിലൊന്ന് സ്പർശിച്ചാൽ ഞാൻ സൗഖ്യപ്പെടുമെന്ന് ആ മനസ്സിൽ ഹൃദയത്തിലേക്ക് എടുത്തുകൊണ്ട് ഒരു സ്ത്രീ അവൾ കടന്നു വന്നു. 18 വർഷമായി രക്തസ്രാവത്തിന് രോഗത്തിന് അടിമപ്പെട്ട ആ മകളെ ദൈവം അവനെ ശക്തി നൽകി അനുഗ്രഹിച്ചു. ഈശോയുടെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞു. ഈശോ ആ ജനക്കൂട്ടങ്ങളിലേക്ക് ചോദിക്കുകയാണ്, ആരാണ് എന്നെ സ്പർശിച്ചത്? ആരാണ് എന്നെ സ്പർശിച്ചത്? ദൈവത്തെ തൊടുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിമിഷം, ദൈവം നമ്മളെ തൊടുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിമിഷം, ദൈവം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെ തൊടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തെ തൊടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിത അവസ്ഥകളെ തൊടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയിലേക്ക് നമ്മളെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈശോയെ മുന്നിലേക്ക് കടന്നു വന്നാൽ എനിക്ക് സൗഖ്യം കിട്ടും. നിന്നെ വിശ്വസിച്ച എന്റെ ജീവിതത്തിലെ എല്ലാ ആശങ്കകളും എടുത്തു മാറ്റങ്ങളും എന്ന ബോധത്തോടുകൂടി പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഹൃദയത്തെ ഏറ്റെടുത്ത പ്രാർത്ഥിക്കാനായിട്ട് കഴിയട്ടെ. എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തുക ശക്തിയുള്ള ദൈവത്തിന്റെ വചനം എല്ലാ അസ്വസ്ഥതകളിലേക്കും കടന്നു വരുക. നമ്മുടെ ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന നിമിഷം കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈശോയുടെ മുന്നിലേക്ക് യാതനാപൂർവം കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. സ്തുതികളിൽ ഇരട്ടെ നമ്മുടെ പദ്ധതികളെല്ലാം ദൈവമേ, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പലരും പ്രതീക്ഷിച്ചു. ജീവിതത്തിൽ പലരും നടക്കുമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ നടക്കുന്നില്ല. പലരും സഹായിക്കുമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ സഹായിക്കുന്നില്ല. പലരും ഞങ്ങളുടെ ജീവിതത്തിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആശിച്ചു, പക്ഷെ ആരും കൂടെ ഉണ്ടാവില്ല. ഈശോയ്ക്ക് പോലും ജീവിതത്തിൽ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകാനായി വന്നു. അവരുടെ കൂടെ ഉണ്ടാവുന്ന കരുതിയ ശിഷ്യന്മാർ പോലും കരുതുന്നു. അവസാനം ഈശോയുടെ മാതാവും ഏതാനും സ്ത്രീകളും മാത്രം കുരിശിന്റെ ചുവട്ടിൽ അവന്റെ ഓടിച്ചേർന്നു.